ഒരാള് അയാളുടെ സമ്പത്തിന്റെ 2.5% അത് സാധുക്കളുടെ അവകാശമാണെന്ന്, അയാളുടെ വരുമാനത്തിന്റെ അല്ല, അയാളുടെ നീക്കിയിരിപ്പിന്റെ, അയാളുടെ ഒരു വർഷമായുള്ള നീക്കിയിരിപ്പിന്റെ 2.5% അത് സാധുക്കളുടെ അവകാശമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. ലോകത്തെമ്പാടുമുള്ള അതിസമ്പന്നരുടെ എണ്ണം എടുത്ത് പരിശോധിച്ച് നോക്കുക. അവർ കൊടുക്കേണ്ടി വരുന്ന സക്കാത്തിന്റെ എണ്ണം കണക്കെടുത്ത് പരിശോധിച്ച് നോക്കുക. ആ കണക്കിൽ അവർ കൊടുക്കേണ്ട സക്കാത്തും ലോകത്തുള്ള മുഴുവൻ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ എത്ര പണമാണോ വേണ്ടത് ആ കണക്കും എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിസമ്പന്നർ മാത്രം, എല്ലാവരും അല്ല, അതിസമ്പന്നർ മാത്രം അവരുടെ സക്കാത്ത് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ദാരിദ്ര്യം. യെസ്, വളരെ പ്രായോഗികമായൊരു ഇംപ്ലിമെന്റേഷനാണ്. ലോകത്തെ അതിസമ്പന്നർ എന്ന ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നിങ്ങളൊന്ന് ChatGPT ടോക്ക് ലോകത്തെ അതിസമ്പന്നരുടെ ലിസ്റ്റ് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഏറ്റവും അപ്ഡേറ്റഡ് ആയ ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അവരെന്ത് ചെയ്യണം? അവരുടെ സമ്പത്തിന്റെ 2.5% ഒരു അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അങ്ങനെ പോസ്റ്റ് ചെയ്താൽ ആഫ്രിക്കയിലെ അല്ലെങ്കിൽ ലോകത്തെ ദരിദ്ര രാഷ്ട്രങ്ങളിലെ കുട്ടികളുടെ ചിരികളികൾ ഒരു കിളിയൊച്ച പോലെ ലോകം കേൾക്കും. പട്ടിണി പാവങ്ങൾ ഓവുപാലത്തിന്റെ ചോട്ടിലും അതുപോലെ തന്നെ തെരുവിലൊക്കെ കഴിയുന്നവർ അവർക്ക് വലിയ ആശ്വാസമാകും. യെസ്, സക്കാത്ത് എന്നതാണ് ഈ സംവിധാനത്തിന്റെ പേര്. ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള സമ്പത്ത് പണക്കാരിൽ നിന്ന് സാധുക്കളിലേക്ക് എത്തുന്ന സംവിധാനം. ഈ സക്കാത്ത് കിട്ടാൻ വേണ്ടി 27-ാം രാവിന്റെ അന്ന് സമ്പന്നരുടെ മുമ്പിൽ കൈനീട്ടി പോകേണ്ട ഒരു സാഹചര്യം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മറിച്ച് പാവപ്പെട്ടവന്റെ അവകാശമാണതെന്നും സമ്പന്നർ നിർബന്ധമായി അത് ഒരു അതോറിറ്റിയെ ഏൽപ്പിക്കണമെന്നും അതോറിറ്റി ഏറ്റവും അർഹരായ ആളുകളെ കണ്ടെത്തി പാവങ്ങൾക്കിടയിൽ, അർഹരായ ആളുകൾക്കിടയിൽ അത് വിതരണം ചെയ്യണമെന്നുമാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യം. ഇത് ഫലപ്രദമായി നടപ്പിലാക്കിയ ചെറിയ മഹല്ലുകൾ, ചെറിയ പള്ളികൾ, ആ പള്ളികളും അതിൻ്റെ പരിസര പ്രദേശത്തും ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഇക്കാലത്തും സാധിച്ചിട്ടുണ്ട്. അത് വളരെ വ്യവസ്ഥാപിതമായി നടപ്പിലാക്കി കൊണ്ടുപോകുന്ന മഹല്ലുകൾ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ നാടുകളിൽ പാവപ്പെട്ട ആളുകളുടെ കൃത്യമായ ലിസ്റ്റിംഗ് നടക്കുകയും അതിസമ്പന്നരും സമ്പന്നരും സമ്പത്ത് ഒരു വർഷമായി നീക്കിയിരിപ്പ് സക്കാത്തിന്റെ കണക്കനുസരിച്ച് കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകളും കൃത്യമായി അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യം മാറ്റാൻ അതുകൊണ്ട് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല.